ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും സന്ധ്യാവന്ദനം. SPYSS NYC മലയാളം ഓൺലൈൻ വിഭാഗം നടത്തിവരുന്ന അധ്യയനത്തിന്റെ ശ്രീമദ് ഭഗവത്ഗീത അധ്യയനത്തിന്റെ 161ാമത്തെ ദിവസമാണ് ഇന്ന്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ അവസാന അധ്യായമായ 18 മോക്ഷ സന്യാസ യോഗത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ ദൈവീകമായ സായം സന്ധ്യയിലേക്ക് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ യോഗ ബന്ധുക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ധ്യാന ശ്ലോകത്തിന് വേണ്ടി പ്രേമലത അക്കയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം അക്ക. ഹരി ഓം അക്ക. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവദ്ഗീതാധ്യാനം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബത്വാനുസന്ധധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹഃ. വസുധേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഭീഷ്മദ്രോണതടാ ജയദ്രഥാജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതി കൃപേണ വഹനീ കർണേന വേലാകുലാ. അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനീ സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവഃ. പാരാശര്യവചസാരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഹ പേപീയമാനം മുദാ ഭൂവാദ് ഭാരത പങ്കജം കലിമല പ്രദ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്യന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ
യസ്യാന്തം ന വിദു സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഹരി ഓം അക്ക. അടുത്തതായി കഴിഞ്ഞ അധ്യയന ക്ലാസ്സിൽ പഠിച്ച ശ്ലോകങ്ങളുടെ, അതായത് 1, 2, 3, 4, 5, 6 ചാൻഡിങ് റിവിഷന് വേണ്ടി രുക്മിണി ബി അക്കയെയും രാജലക്ഷ്മി അക്കയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം അക്ക. ഓം നമോ ഭഗവതേ വാസുദേവായ. മോക്ഷസന്യാസയോഗം. അർജുനോവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശി നിഷൂദന. ഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണഃ. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണഃ. യജ്ഞദാനതപഃ കർമ്മ ത്യാജ്യമിതി ചാപരേ. നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഭരതസത്തമാ. ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധഃ സംപ്രകീർത്തിതഃ. യജ്ഞദാനതപഃ കർമ്മ ന ത്യാജ്യം കാര്യമേവ തത്. യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. ഏതാന്യപി തു കർമാണി സംഗം ത്യക്താ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. ഹരിയോ. ഹരി ഓം അക്ക. പിന്നെ ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്ലോകങ്ങൾ 7, 8, 9, 10, 11, 12 ആണ്. ഇതിന്റെ ചാൻഡിങ് ഗൈഡൻസ് തരുന്നത് സരോജിനി അക്കയാണ്. ഇതിലേക്കായി അക്കയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെയൊക്കെ ചാൻഡിങ് ബാക്കപ്പിന് റെഡിയായിട്ടിരിക്കുന്ന ഗിരിജ ആർ അക്കയെയും എക്സ്പ്ലനേഷനുള്ള രമ അക്കയെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം അക്ക. പിന്നെ ശ്ലോകം 7, 8, 9 റിപ്പീറ്റേഷൻ ഓഫ് ചാൻഡിങ് ചെയ്യുന്നത് തിലകം അക്കയും എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് ഗംഗ ആർ അക്കയെയും ആണ്. അവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം അക്ക. ഹരി ഓം സരോജിനി അക്ക. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് 18-ാം അധ്യായത്തിലെ 7, 8, 9 ശ്ലോകങ്ങളാണ്. ആദ്യം ആ 3 ശ്ലോകങ്ങളാണ് ആദ്യം നോക്കുന്നത്. ആദ്യം തന്നെ 7-ാമത്തെ ശ്ലോകം. നിയതസ്യ തു സന്യാസഃ നിയതസ്യ തു സന്യാസഃ കർമ്മണോ നോപപദ്യത്തെ. കർമ്മണോ നോപപദ്യത്തെ. മോഹാത് തസ്യ പരിത്യാഗഃ മോഹാതസ്യ പരിത്യാഗഃ താമസഃ പരികീർത്തിതഃ. താമസഃ പരികീർത്തിതഃ. നിയതസ്യ തു സന്യാസഃ കർമ്മണോ നോപപദ്യത്തെ. നിയതസ്യ തു സന്യാസഃ കർമ്മണോ നോപപദ്യത്തെ. മോഹാത് തസ്യ പരിത്യാഗഃ താമസഃ പരികീർത്തിതഃ. മോഹാതസ്യ പരിത്യാഗഃ താമസഃ പരികീർത്തിതഃ. നിയതസ്യ തു സന്യാസഃ കർമ്മണോ നോപപദ്യത്തെ. മോഹാത് തസ്യ പരിത്യാഗഃ താമസഃ പരികീർത്തിതഃ. നിയതസ്യ തു സന്യാസഃ കർമ്മണോ നോപപദ്യത്തെ.
മോഹാതസ്യ പരിത്യാഗഃ താമസഃ പരികീർത്തിതഃ. 8ാമത്തെ ശ്ലോകം. ദുഃഖമിത്യേവ യത് കർമ്മ ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശഭയാത് ത്യജേത് കായക്ലേശഭയാത് ത്യജേത്. സകൃത്വാ രാജസം ത്യാഗം സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. നൈവ ത്യാഗഫലം ലഭേത്. ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശഭയാത് ത്യജേത് ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശഭയാത് ത്യജേത്. സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശഭയാത് ത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശഭയാത് ത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. 9ാമത്തെ ശ്ലോകം. കാര്യമിത്യേവ യത് കർമ്മ കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന നിയതം ക്രിയതേർജുന. സംഗം ത്യക്ത്വാ ഫലം ചൈവ സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗഃ സാത്വികോ മതഃ. സത്യാഗ സാത്വികോ മതഃ. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേർജുന. സംഗം ത്യക്ത്വാ ഫലം ചൈവ സാത്വികോ മതഃ. സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മതഃ. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗഃ സാത്വികോ മതഃ. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേർജുനഃ സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മതഃ. ഹരി ഓം. അടുത്തതായി ഹരി ഓം. നമുക്ക് ഈ 3 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം കേൾക്കാം. ഹരി ഓം ഗംഗാക്ക. ഹരിയോ. അപ്പൊ നമ്മള് പുതിയൊരു അധ്യായം 18ാം അധ്യായത്തിലേക്ക്, അതായത് ഭഗവത്ഗീതയുടെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതില് ഭഗവാൻ പ്രധാനപ്പെട്ട തത്വങ്ങളൊക്കെ അപ്പൊ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അർജുനനെല്ലാം ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ ആർക്കൊക്കെ എന്തൊക്കെ ഉപദേശിക്കാം, ആർക്കൊക്കെ അറിയാൻ പാടില്ല, ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കേട്ട ഉടനെ അർജുനൻ അങ്ങടെ ആത്മസാക്ഷാത്കാരം ലഭിക്കും അങ്ങനെയൊന്നും ഭഗവാൻ വിചാരിച്ചിട്ടില്ല. എന്താണ് അർജുനനെ പെട്ടെന്ന് ബാധിച്ച ആ ഒരു മോഹം അത് നീങ്ങിക്കിട്ടണം. അപ്പൊ എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വധർമ്മമായ യുദ്ധം ചെയ്യുകയും പിന്നീട് ഈ കർമ്മങ്ങളെല്ലാം കർമ്മയോഗമാക്കി മാറ്റുകയും ചെയ്യണം. അപ്പൊ അത് മാത്രം കൊണ്ടാണ് ഭഗവാൻ ഈ ഒരു ഉപദേശം അർജുനന് നൽകിയത്. പിന്നെ തന്റെ സ്വധർമ്മത്തിൽ നിന്ന് അർജുനൻ വിമുഖത കാണിച്ച അർജുനനെ ഉത്സുകനാക്കേണ്ടത് ഭഗവാനാണ്. എന്താ വെച്ചാൽ ഭഗവാനാണ് അവിടെ തേരാളി. അപ്പൊ ആ കർമ്മം എങ്ങനെ നിഷ്കാമമായി ചെയ്ത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് അതിനെ നയിക്കാം. മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷലബ്ധിയാണ്. നമുക്കൊക്കെ ഉള്ള അവസാനത്തെ ആഗ്രഹം ഭഗവാനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്വാർത്ഥതയോടെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
ഇത് ഭഗവാനിലേക്ക് എത്താൻ ഉള്ള നമുക്ക് എന്താ പറയാ താമസം നേരിടും. അപ്പൊ അതാണ് ഭഗവാൻ സന്യാസം. സന്യാസം എന്ന് ഭഗവാൻ പറഞ്ഞു. ഒരു വ്യക്തിയെ മോക്ഷത്തിലേക്ക് നയിക്കാൻ സന്യാസം ഉപേക്ഷിക്കല്. അപ്പൊ എങ്ങനെ കഴിഞ്ഞ അധ്യായത്തില് എന്താണ് ശ്രദ്ധാത്രയം പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞ് കഴിയണേന് മുന്നേ അർജുനന് സംശയമായി. അപ്പം ഭഗവാൻ വീണ്ടും മോക്ഷ സന്യാസത്തിലേക്ക് വന്നു. ഇനി തിരിച്ച് വീണ്ടും ഇത് കഴിയുന്നതിന് മുന്നേ, ഈ അധ്യായം അവസാനിക്കുന്നതിന് മുന്നേ തിരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ സന്യാസത്തിലൂടെ മോക്ഷത്തിലേക്കുള്ള മാർഗം, അതാണ് മോക്ഷ സന്യാസ യോഗം. ഈ ഭഗവത്ഗീതയിലെ ഏറ്റവും വലിയ അധ്യായം, 78 ശ്ലോകങ്ങളുള്ള ഏറ്റവും വലിയ അധ്യായവും ഇതാണ്. ഹേ പാർത്ഥ, ദോഷമുണ്ടാകുമെന്ന് പേടിച്ചിട്ട് ചെയ്യാതിരിക്കണം എന്നല്ല, ഫലേച്ഛയില്ലാതെ എനിക്കത് കിട്ടണം, എനിക്കിത് കിട്ടണം, എനിക്കിത് ഇത്ര പുണ്യം കിട്ടും, അങ്ങനെയൊന്നും ഇല്ലാതെ കർമ്മം ചെയ്യണം എന്ന് 6ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇനി 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 7ാമത്തെ ശ്ലോകത്തില് നിയതസ്യതു സന്യാസ. സന്യാസം എന്നാൽ ത്യാഗം, ഉപേക്ഷിക്കുക. അത് എങ്ങനെ ഉപേക്ഷിക്കണം? അത് സാത്വികമായ രീതിയിൽ ഉപേക്ഷിക്കുമ്പോഴാണ് ഭഗവാനിലേക്ക് നമ്മളെ എത്തുക. അപ്പൊ 3 വിധത്തിലുള്ള ത്യാഗമുണ്ട്. അപ്പൊ താമസിക ത്യാഗം ഇവിടെ പറഞ്ഞു നിയതസ്യ, എന്തായാലും ചെയ്തിരിക്കേണ്ട കർമ്മങ്ങളാണ്. അതിൽ തന്നെ ലൗകികവും ദൈവികവുമായിട്ട് ഒരാൾ ചെയ്യാൻ ബാധ്യസ്ഥനായ കർമ്മങ്ങള്. ഇപ്പോ നമ്മള് ഒരു ഫാമിലി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അച്ഛനെയും അമ്മേനെയും പിന്നെന്താ പറയാ മക്കളെയും ഭാര്യേനെയും ഒക്കെ നോക്കേണ്ടത് നമ്മളുടെ കർമ്മമാണ്. ആ ഗൃഹനാഥന്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ രണ്ടുപേരുടെയും കൂടെ. അപ്പൊ ആ കർമ്മം നമ്മള് മടി കൊണ്ട്, വിവരമില്ലായ്മ കൊണ്ട് സന്യാസഹതു ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഒഴിവാക്കുക, അത് ചെയ്യാതിരിക്കുക. ന ഉപപദ്യത്തെ എന്ന് പറഞ്ഞു. അതൊരിക്കലും നമുക്ക് യോജിച്ചതല്ല അങ്ങനെ ചെയ്യുന്നത്. അതായത് വിവേകശൂന്യത കൊണ്ട്, മോഹാത്തസ്യ പരിത്യാഗ എന്ന് പറഞ്ഞു. മോഹാത്ത് എന്ന് പറഞ്ഞാൽ വിവേകശൂന്യത കൊണ്ട്, അതായത് അതിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉപേക്ഷിച്ചാൽ തസ്യ പരിത്യാഗ, എവിടെ പോയി, പരിത്യാഗ താമസ എന്ന് പറയുന്നുണ്ട്. അതായത് ഞാനിപ്പോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? അങ്ങനെ ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ലല്ലോ, അതിനെക്കുറിച്ച് ഞാൻ ബോധോടാവണ്ടല്ലോ എന്ന ചിന്ത. അപ്പൊ പല കാര്യങ്ങളും ചെയ്യില്ല. അതൊന്നും എന്റെ കാര്യമല്ല. കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് പഠിക്കണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെ പാസ്സായാലൊക്കെ മതി. അപ്പൊ ആർക്ക് തന്നെയായാലും, നമ്മള് ഗൃഹസ്ഥനാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാ ചെയ്യേണ്ട ആവശ്യമില്ല? അതിനെക്കുറിച്ച് നമുക്കൊരു അങ്ങനത്തെ ഒരു ബുദ്ധി ഇല്ല. അതായത് എന്നിൽ അർപ്പിക്കപ്പെട്ട കർമ്മമാണിത്, ഇത് ഞാൻ ചെയ്യണം എന്നുള്ള ഭേദബുദ്ധി നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ചെയ്യാണ്ടിരിക്കുക. അതാണ് താമസിക ത്യാഗം. അതായത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്, പക്ഷെ എനിക്ക് ചെയ്യാൻ അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് അത്ര വിവരമേ ഉള്ളൂ. അപ്പൊ എന്താണ് നമ്മുടെ നിയത കർമ്മം? നമ്മളിൽ ഉത്തരവാദിത്തപ്പെട്ട കടമകൾ. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളാണ്, ഓരോ വിധത്തിലായിരിക്കും. ഗൃഹനാഥനാണെങ്കിൽ ജോലി തിരക്കുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ കുടുംബത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ നിയത കർമ്മം സാഹചര്യം അനുസരിച്ച് യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ ചെയ്യാനുള്ള വിവേകം ഇല്ലാത്ത ഒരാള്, ഉത്തരവാദത്തിൽ നിന്ന് ഒഴിയാണ് താമസിക ത്യാഗം. ഒന്നിനെ കുറിച്ചും ബോധോടല്ല. കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോയില്ല കേട്ടോ, പോയില്ലേ. വീട്ടിലെ ഭക്ഷണം ഇല്ല കേട്ടോ, ഭക്ഷണം ഇല്ലേ. അപ്പൊ അവനവനിൽ അർപ്പിക്കപ്പെട്ട കർമ്മങ്ങളെ കുറിച്ച് യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അത് അങ്ങനത്തെ ഒരു വിവേകം, നമ്മൾ പറയില്ലേ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, വിവേകം വേണമെന്ന്. ബുദ്ധി ഭയങ്കര ബുദ്ധിയാ, PhD എടുത്തു, പക്ഷെ ഒരു മരിച്ച വീട്ടിൽ പോയാൽ ചിരിച്ചിരിക്കും. അതെന്താ കാര്യം? വിവേകം ഇല്ലാത്തോണ്ട്. അപ്പൊ ബുദ്ധി ഒരുപാടുണ്ട്, അതുണ്ടായിട്ട് കാര്യമില്ല, വിവേകം വേണം. അപ്പൊ ഈ വിവേകമില്ലായ്മ കാരണം അവനവനിൽ അർപ്പിക്കപ്പെട്ട ഇതുകൾ ചെയ്യാതിരിക്കുന്നതാണ്, അവനിൽ അർപ്പിക്കപ്പെട്ട
കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് താമസികമായ ത്യാഗം. വേണമെങ്കിൽ നമ്മൾ ധർമ്മമായ കർമ്മങ്ങൾ ചെയ്യണം. നമ്മളെല്ലാം ജീവാത്മ സ്വരൂപങ്ങളാണ്. അപ്പൊ നമുക്കൊക്കെ ദൈവികമായ കാര്യങ്ങള്, അതായത് ക്ഷേത്ര ദർശനം, ദാനധർമാദികൾ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ വിവേകശൂന്യത കാരണം നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കും. അതിനാണ് താമസിക ത്യാഗം എന്ന് പറയുന്നത്. അതാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. നിയതസ്യ തു സന്യാസ കർമ്മണോന പുദ്യതേ മോഹത്തസ്യ പരിത്യാഗ താമസ പരികീർത്തിതഃ. ഇനി 8ാമത്തെ ശ്ലോകത്തിൽ പറയണു, ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശ ഭയാത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. ഇനി രാജസികമായ ത്യാഗത്തെ കുറിച്ച് 3 തരത്തിലുള്ള ത്യാഗമുണ്ട്. താമസികമായ ത്യാഗത്തെ കുറിച്ചാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ാണ് രാജസികമായ ത്യാഗം. എനിക്കറിയാം, എന്റെ ചുമതലയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് വയ്യ, മടി. സ്വധർമ്മം ചെയ്യേണ്ട കർമ്മത്തെ ദുഃഖ ഇതി, വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ, എനിക്കിത് ശരിയാവില്ല, അങ്ങനെ കരുതിയിട്ട് ക്ലേശഭയാത്, തന്റെ ദേഹപ്രയാസത്തെ വിചാരിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകള് അതിനെക്കുറിച്ച് ചിന്തിച്ചോ ചെയ്യാണ്ടിരിക്കുക. എന്നിൽ അർപ്പിക്കപ്പെട്ട കർമ്മമാണ്, എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്, എന്റെ ഉത്തരവാദിത്തമാണെന്ന്, പക്ഷെ ഞാൻ ചെയ്യാണ്ടിരിക്കുക, എനിക്ക് വയ്യ, എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ത്യജേത്, ഉപേക്ഷിക്കുക. എന്ത്? അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവൻ രാജസത്യാഗം കൃത്വ, രജോ ഗുണപ്രധാനമായ ത്യാഗം അനുഷ്ഠിക്കുന്നു. എന്നാൽ ത്യാഗം കൊണ്ട് അമൃതത്വം കിട്ടുന്നാണ് പറയുക അല്ലെ. പക്ഷേ അത് അമൃതത്വം കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? അത് സാത്വികമായ ത്യാഗമായിരിക്കണം. ഇവിടെ രാജസികമായ ത്യാഗത്തിന്റെ ഫലമായിട്ട് എന്താ ലഭേത്? ഇത് എന്താ പറയാ, ഭഗവാനെ കിട്ടില്ല. സ്വധർമ്മം ചെയ്യാൻ വയ്യ. അച്ഛനെയും അമ്മേനെയും, ഒരു മകനാണ് അച്ഛനും അമ്മയ്ക്കും ചോളൂ. മകൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യാണ്. അപ്പം മകന്റെ ഉത്തരവാദിത്തമാണ് വയസ്സായ അച്ഛനെയും അമ്മേനെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷെ അച്ഛനും അമ്മയും വന്നാൽ, അയ്യോ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി വരും, കുട്ടികളെ ഇവിടുന്ന് പിക്ക് ചെയ്ത് വരണം, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന അച്ഛന്റെ അമ്മയുടെയും കാര്യം, അയ്യോ വയ്യ. നമ്മുടെ ധർമ്മമാണ്, അറിയാം നമ്മുടെ ധർമ്മമാണ് എന്ന്, അറിയായ്മ അല്ല, പക്ഷെ അത് ചെയ്യാൻ വയ്യ. അത് അയ്യോ എനിക്ക് വയ്യ, എനിക്ക്. അപ്പം ചിലവര് പറയും, ഞങ്ങള് ഭയങ്കര എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷിഫ്റ്റാണ്, ഇനി കുട്ടികളൊക്കെ ആയാൽ ബുദ്ധിമുട്ടാ, അപ്പൊ കുട്ടികൾ വേണ്ട. അപ്പൊ എങ്ങനെയാണ്, എന്താ ചെയ്യാ? ശരിക്കും എന്താ പറയണത്? പിതൃക്കൾക്കുള്ള കടമ വീട്ടുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിൽ കൂടിയാണ്. ഇവിടെ കുട്ടികൾ വേണ്ടാന്ന്. ശരിയാണ്. ചിലവർക്കൊന്നും കർമ്മജന്മ കർമ്മഫലം കൊണ്ട് കുട്ടികൾ ഉണ്ടാവില്ല. പക്ഷെ പലരും ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർ കേട്ടോ പറയണ, അവര് വേണ്ട പറയും. അങ്ങനെ വേണ്ടാന്ന് വെക്കാനുള്ള അധികാരം നമുക്കില്ല. എന്തുകൊണ്ടാ വേണ്ടാന്ന് വെക്കുന്നേ? വയ്യ, എനിക്കത് വയ്യ, എനിക്ക് ചെയ്യാൻ വയ്യ, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് എന്റെ ഫിസിക്കൽ ഇത് സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്തു നോക്കാനോ അതിനെക്കുറിച്ച് വേറെ ആരുടെയും സഹായം കിട്ടുമോ എന്ന് അന്വേഷിക്കാനോ ഒന്നും മെനക്കെടാതെ ബ്ലണ്ടായിട്ട് എനിക്ക് പറ്റില്ല എന്ന് അങ്ങനെ, അതായത് അറിയാം, എന്നിട്ട് കുറ്റബോധം ഉണ്ടാവും കേട്ടോ. ഓ അച്ഛനും അമ്മയോടെ കഷ്ടപ്പെടുക കേട്ടോ, ദൈവമേ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന കുറ്റബോധം ഉണ്ടാവും ചെയ്യും. കുറ്റബോധം മനസ്സിലുണ്ട്, പക്ഷെ ചെയ്യില്ല. അതാണ് രാജസീകത. അപ്പം ഇത് നമ്മളെ എന്താ പറയാ കൂടുതൽ എന്താ പറയാ പാപം ചെയ്യുന്ന പോലെ നമുക്കുള്ളൊരു വേദന നമുക്കുണ്ടാവും. ഇപ്പൊ രജോ ഗുണാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇവർക്ക് ഭാരമാകാത്ത ബന്ധങ്ങളൊക്കെ അവർ സൂക്ഷിക്കും. ലൈക്ക് ഫ്രണ്ട്സ്, ശനി ഞായറൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ വന്നു, എല്ലാവരും കൂടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു, അതൊക്കെ അവർ ചെയ്യും. അപ്പൊ ഫ്രണ്ട്സിനെ കൂടെ നിർത്താം, അവരുടെ സഹായം, അതൊക്കെ അവർക്ക് അറിയാം. ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. എന്താ വെച്ചാൽ അവരെ അത് ബാധിക്കുന്നില്ല. അവനവന്റെ ദേഹത്തിന് ബാധിക്കുന്ന കാര്യങ്ങളാവുമ്പോഴാണ് നോ എന്ന് പറയാം. അപ്പൊ രാജസീകമായ ത്യാഗവും ഈശ്വരനിലേക്ക് നമ്മളെ എത്തിക്കുന്നില്ല, അതും ഒരു ത്യാഗമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല എന്നാണ് 8ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. ഇനി 9ാമത്തെ ശ്ലോകം
കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതേ അർജുന സംഘം ത്യക്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മതാ. ഏത് തരത്തിലുള്ള ഉപേക്ഷയാണ് സന്യാസമാകുന്നത്? സന്യാസം എന്ന വാക്കുകൊണ്ട് ഉപേക്ഷ എന്ന് പറഞ്ഞു, അതായത് ത്യാഗം. അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അർജുന, നിയതം യത് കർമ്മം, ഈശ്വരാരാധനാപരമായി ഒരുവൻ അനുഷ്ഠിക്കേണ്ട കർമ്മം, കാര്യമിതി, ഇത് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന ഉറപ്പോടെ, സംഘം ഫലം ചൈവ, അപ്പൊ നമ്മള് ഞാനിത് ചെയ്യാണ് കേട്ടോ, അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താല് എന്ത് നല്ല ആളാല്ലേ, എനിക്ക് ഇതുകൊണ്ട് ഭയങ്കര പുണ്യൊക്കെ കിട്ടാൻ പോവാണേ. അപ്പൊ അങ്ങനെ ഒരു കർത്തൃത്വഭാവം. ഫലം ച, ഇതുകൊണ്ട് എനിക്ക് നല്ലത് സംഭവിക്കും, ഇനിയുള്ള ജന്മങ്ങളിൽ ഈ പുണ്യത്തിന്റെ ഫലം എനിക്ക് ഇങ്ങനെ ലഭിക്കും, ഞാൻ എന്നിട്ട് പിന്നെയും പുണ്യകർമ്മങ്ങൾ ചെയ്യും. ഇങ്ങനെ നമ്മള് ഇതിന്റെ കർമ്മഫലത്തിനെ കുറിച്ച് ചിന്തിച്ചും കൊണ്ടല്ല ചെയ്യേണ്ടത്. എങ്ങനെയാ ചെയ്യേണ്ടത്? ഇത് ഉപേക്ഷിച്ച് ക്രിയതേ ചെയ്യുകയാണെങ്കിൽ സത്യാഗ, ആ ത്യാഗം സാത്വികോ മത, ആ ത്യാഗം സാത്വികമാണ് എന്ന് അറിയപ്പെടും. അപ്പൊ ബാഹ്യമായ കർമ്മം ഉപേക്ഷിക്കല്ല. എന്റെ വീട്, എന്റെ കുട്ടിയോള്, എന്റെ അച്ഛനമ്മ, എന്റെ മക്കള്, ഇതൊന്നും ഉപേക്ഷിക്കല്ല. നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിയതായ കർമ്മം യാതൊരു ഫലേച്ഛയും കൂടാതെ, അതായത് ഫലേച്ഛ ത്യജിച്ചും കൊണ്ട് ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോഴാണ് അത് സാത്വികമായ ത്യാഗമായി തീരുന്നത്, അല്ലെങ്കിൽ ശരിയായ ത്യാഗമായി തീരുന്നത്. അപ്പൊ കർമ്മത്തിന്റെ സ്ഥൂല രൂപമല്ല, സൂക്ഷ്മ രൂപമാണ്. അതാണ്, ഭാവത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് ഭാവത്തിലാണ്? ഇത്ര ഞാൻ ചെയ്തുട്ടോ, ഞാനാരാ, അങ്ങനെയല്ല, അതല്ല വേണ്ടത്. എനിക്ക് എന്റെ ഭഗവാൻ, എന്റെ സ്വാമി എനിക്ക് ഇത്ര ചെയ്യാനുള്ള ഒരു അവസരം തന്നു, ഈശ്വര നന്ദി, അതായിരിക്കണം നമ്മുടെ ഭാവം. ഭഗവാനെ, എനിക്ക് ഇനിയും ഇനിയും അവിടുത്തെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നല്ല കാര്യങ്ങള് എത്രയും പേർക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ചെയ്യാൻ കഴിയണേ ഭഗവാനെ, അതിനുള്ള ബുദ്ധി തരണേ, അതിനുള്ള ശക്തി തരണേ, അതിനുള്ള ആയുസ് തരണേ. അങ്ങനെ പറയുന്നത്, അങ്ങനെ ചെയ്യുന്നതാണ് സാത്വികമായ ത്യാഗം. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, നമ്മിൽ അർപ്പിക്കപ്പെട്ട എന്ത് തന്നെ കർമ്മമാണെങ്കിലും പരിശുദ്ധമായ മനസ്സോടെ, മനസ്സാണ് ഭഗവാൻ നോക്കാന്ന് പറയും. നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്നത് എന്താ പറയാ, സ്ഥൂലമായ കർമ്മം. പക്ഷെ മാനസികമായതാണ് സൂക്ഷ്മമായ കർമ്മം. അപ്പൊ ചിത്തശുദ്ധി കൈവരുത്തി ചെയ്യുന്ന ത്യാഗമാണ്, അല്ലെങ്കിൽ ഉപേക്ഷിക്കലാണ്. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആരെയും ഉപേക്ഷിക്കല്ല കേട്ടോ. ഉപേക്ഷിക്കുക സന്യാസത്തില് ആ ഉപേക്ഷ എന്നുള്ളത് കൊണ്ട് വ്യക്തം ഇതാക്കിയിരിക്കണത് നമ്മളുടെ ബന്ധങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നല്ല, നമ്മൾ ഇരിക്കണോടത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ഒട്ടലില്ലാണ്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് കർമ്മം ചെയ്യേണ്ടതുണ്ട് എന്നും പറഞ്ഞ് വീട് വിട്ട് കാട് കയറി പോണമെന്നല്ല. ആ അമിതമായ ഒട്ടലില്ലാതെ ചെയ്യപ്പെടേണ്ട കർമ്മങ്ങൾ ചിത്തശുദ്ധിയോടെ നല്ല ഭാവത്തോടെ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പം അത് സാത്വികമായ ത്യാഗമായി മാറ്റപ്പെടും. ഈ 3 ശ്ലോകങ്ങൾ എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിലുള്ള തെറ്റുകൾ പൊറുക്കണം. ഈ ഒരു അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇപ്പൊ ഞാൻ ലീവ് ചെയ്യുകയും ചെയ്യും. എന്താ വെച്ചാ എനിക്കിനി കോഴിക്കോടേക്ക് പോവാനുണ്ട്. ഹരിയോം. ഹരിയോം ഗംഗക്ക. അടുത്തതായിട്ട് ശ്ലോകം 10, 11, 12. ഇതിന്റെ ചാൻഡിങ് ഗൈഡൻസ് തരുന്നത് സരോജിനി അക്കയും, റിപ്പീറ്റേഷൻ ഓഫ് ചാൻഡിങ് ചെയ്യുന്നത് അംബിക രാജൻ അക്കയും, എക്സ്പ്ലനേഷൻ തരുന്നത് പ്രീജിത അക്കയുമാണ്. ഇവരെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിയോം അക്ക. ഹരിയോം. 10ാമത്തെ ശ്ലോകം. ന ദ്വേഷ്ട്യകുശലം കർമ്മ, ന ദ്വേഷ്ട്യകുശലം കർമ്മ, കുശലേനാനുഷജ്ജതേ, കുശലേനാനുഷജ്ജതേ, ത്യാഗീ
സത്വസമാവിഷ്ടഃ त्यागी सत्त्वसमाविष्टः മേധാവി ഛിന്ന സംശയഃ. मेधावी चिन्ह संशयः രണ്ടുപേര് വീതം ചൊല്ലാം. നദ്വേഷ്ട്യകുശലം കർമ്മ കുശലേനാനുഷജ്ജത്തെ. न द्योष्टकुशलं कर्म कुशलेनानुषज्यते ത്യാഗീ സത്വസമാവിഷ്ടഃ മേധാവി ഛിന്ന സംശയഃ. त्यागी सत्त्वसमाविष्टः मेधावी छिन्न संशयः നദ്വേഷ്ട്യകുശലം കർമ്മ കുശലേനാനുഷജ്ജത്തെ. ത്യാഗീ സത്വസമാവിഷ്ടഃ മേധാവി ഛിന്ന സംശയഃ. न द्योष्टकुशलं कर्म कुशलेनानुषज्यते त्यागी सत्त्वसमाविष्टः मेधावी छिन्न संशयः അടുത്തത് 11ാമത്തെ ശ്ലോകം. നഹി ദേഹഭൃതാ ശക്യം न हि देहमृदा शक्यं ത്യക്തും കർമാണ്യശേഷതഃ. त्यक्तं कर्माण्यशेषतः യസ്തു കർമ്മഫലത്യാഗീ यस्तु कर्मफलत्यागी സത്യാഗീത്യഭിധീയതേ. स त्यागीत्यभिधीयते രണ്ട് വരി വീതം. നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ. न हि देहभृदा शक्यं त्यक्तं कर्माण्यशेषतः യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ. यस्तु कर्मफलत्यागी सत्यागीत्यभिधीयते നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമ്മ്യാണ്യശേഷതഃ. യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ. न हि देहभृदा शक्यं त्यक्तं कर्माण्यशेषतः यस्तु कर्मफलत्यागी सत्यागीत्यभिधीयते അടുത്ത 12ാമത്തെ ശ്ലോകം. അനിഷ്ടമിഷ്ടം മിശ്രം ച अनिष्टमिष्टं मिश्रं च ത്രിവിധം കർമ്മണഃ ഫലം. त्रिविधं कर्मणः फलम् ഭവത്യത്യാഗിനാം പ്രീത്യ भवत्यत्यागीनां प्रेत्य ന തു സന്യാസിനാം ക്വചിത്. न तु सन्न्यासिनां क्वचित् അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഃ ഫലം. अनिष्टमिष्टं मिश्रं च त्रिविधं कर्मणः फलम् ഭവത്യത്യാഗിനാം പ്രീത്യ ന തു സന്യാസിനാം ക്വചിത്. भवत्यत्यागीनां प्रेत्य न तु सन्न्यासिनां क्वचित् അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഃ ഫലം. ഭവത്യത്യാഗിനാം പ്രീത്യ ന തു സന്യാസിനാം ക്വചിത്. अनिष्टमिष्टं मिश्रं च त्रिविधं कर्मणः फलम् भवत्यत्यागीनां प्रेत्य
न तु സന്യാസിനാം ക്വചിത്. ഹരി ഓം. നമുക്കിനി എക്സ്പ്ലനേഷൻ കേൾക്കാം. ഹരി ഓം പ്രീജിതാക്ക. ഹരി ഓം. ഇവിടെ 10ാമത്തെ ശ്ലോകത്തില് ഒരു ത്യാഗി ആരാണ് എന്നാണ് പറയുന്നത്. അതായത് നഷ്ടബോധവും കുറ്റബോധവും ഇല്ലാതെ ത്യാഗം ചെയ്യാൻ സാധിക്കുന്നവൻ, സാത്വിക ഭാവത്തോടെ ത്യാഗം ചെയ്യുന്നവൻ, ത്യാഗത്തെ അഭ്യാസമാക്കിയവൻ ആരോ അവനാണ് ത്യാഗി എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ സപ്തസമാവിഷ്ട സപ്തഗുണ സമ്പന്നനായ, അതായത് ആത്മശാന്തിയുള്ളവൻ, മേധാവി എന്ന് പറഞ്ഞാൽ സത്യത്തെ ഉള്ളിൽ സംഭരിക്കുന്നവൻ, അതായത് സത്വം കൊണ്ട് ഉള്ളിൽ പ്രകാശം പരത്തിയവൻ, ജ്ഞാനി, അറിവുള്ളവൻ എന്നാണ് മേധാവി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഒരു മേധാവിക്ക് ശുഭകർമ്മത്തെക്കുറിച്ചും അശുഭകർമ്മത്തെക്കുറിച്ചും സംശയങ്ങളേ ഇല്ല. അവൻ ചെയ്യേണ്ടത് ചെയ്യാൻ തോന്നുന്ന സമയത്ത് സംശയമില്ലാതെ ചെയ്യുക, അവനാണ് മേധാവി എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ കുശലം അകുശലം ഇങ്ങനെ 2 സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും. കുശലം എന്ന് പറഞ്ഞാൽ അറിയാം, കുശലമായ കാര്യങ്ങൾ, അതായത് കുശല പ്രശ്നമൊക്കെ പറയാറുണ്ടല്ലോ, നമ്മൾ കുശലം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത സന്തോഷകരമായ ശുഭകരമായ ഒരു സിറ്റുവേഷനാണ് കുശലം എന്ന് പറയുന്നത്. അപ്പൊ അകുശലവുമുണ്ട്. അകുശലം എന്ന് പറയുന്നത് അശുഭകരമായ സിറ്റുവേഷനാണ്, അവിടെ വേദനാത്മകമാണത്, ഇഷ്ടമില്ലാത്തതാണ് അകുശലം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുശലമായ ആ സിറ്റുവേഷനിൽ അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകും. എന്നാൽ അകുശലം അവിടെ ഇതാവുമ്പോൾ അവിടെ വെറുപ്പുണ്ടാകും, വിദ്വേഷം ഉണ്ടാകും, അതുപോലെ തന്നെ ദേഷ്യമുണ്ടാകും, ഒന്നിനും ഒരു തൃപ്തി ഉണ്ടാവുകയില്ല അകുശലമായ ആ സിറ്റുവേഷനിൽ. അപ്പൊ ചില കിടപ്പിലാകുന്ന രോഗികളൊക്കെ അവരൊക്കെ അകുശലമായ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലെ. രോഗം ബാധിച്ച് കിടക്കുമ്പോൾ അവർക്ക് പഴയ പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ആരെന്ത് ചെയ്തു കൊടുത്താലും അതിൽ അവർ തൃപ്തി കാണുകയില്ല അല്ലെ. എന്ത് ചെയ്താലും അതിന് കുറ്റങ്ങളാണ് അവർ കണ്ടെത്തുന്നത് അല്ലെ. വിരിച്ചത് ശരിയില്ല, പാത്രം കഴുകിയത് ശരിയില്ല, ഭക്ഷണം ശരിയില്ല, തറ തുടച്ചത് ശരിയില്ല, അങ്ങനെ പ്രാഗിക്കൊണ്ടേയിരിക്കും. എന്തിനൊരു തൃപ്തി വരാതെ ഇങ്ങനെ മറ്റുള്ളവരെങ്ങനെ കർമ്മം ചെയ്യുന്നവരെ ഇദ്ദേഹം ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗികളെ സന്ദർശിക്കാൻ, കിടപ്പിലാകുന്നവരെ സന്ദർശിക്കാൻ എല്ലാവരും മടി കാണിക്കുന്നത് അല്ലെ. പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാക്കലുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം, ഒരുപാട് കംപ്ലൈന്റുകൾ. നമ്മൾക്കതിന് പരിഹാരം കണ്ടെത്താൻ സാധ്യമല്ല ഒരിക്കലും അല്ലെ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവരെവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും ആയി അല്ലെ, നമ്മൾക്ക് നേരെ കൊലവിളികൾ ഉയർത്തും. അപ്പോൾ ആ സമയം അങ്ങനെയുള്ള ആ ഒരു അകുശലമായ സിറ്റുവേഷനിൽ തരണം ചെയ്യാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇവിടെയാണ് ഭീഷ്മ പിതാമഹന്റെ മഹിമ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. 9-10 ദിവസം മഹാഭാരത യുദ്ധത്തിൽ മല പോലെ ഇങ്ങനെ പിടിച്ചു നിന്ന ഒരു വ്യക്തി, യുദ്ധം ചെയ്ത് എല്ലാവരെയും തോൽപ്പിച്ച് ഇങ്ങനെ നിന്ന ഒരു വ്യക്തിയാണ് ഭീഷ്മർ. അപ്പോൾ അവസാനം 10ാമത്തെ ദിവസം അർജുനൻ അദ്ദേഹത്തെ ശരശൈലിയിലേക്ക് കിടത്തുകയാണ്. ആ ശരശൈലിയിൽ വീണപ്പോൾ ദേഹമൊക്കെ മുറിവ് കൊണ്ടും രക്തം കൊണ്ട് വാർന്നൊഴുകുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് ശക്തമായിരുന്നു അല്ലെ. മനസ്സിന് യാതൊന്നും അദ്ദേഹത്തിന് സംഭവിച്ചില്ല. അപ്പോൾ ശരശൈലിയിൽ വീണ ഭീഷ്മരുടെ അടുത്തേക്ക് പാണ്ഡവര് പോകുമ്പോൾ ഭീഷ്മർ പറയുകയാണ്, എന്റെ തല ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്, എനിക്കൊരു തലയണ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ വിഡ്ഢിയായ ദുര്യോധനൻ തലയണ എടുക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് ഓടുകയാണ്. അപ്പോഴാണ് അർജുനൻ അമ്പ ചെയ്ത് ആ ശരത്തെ വെച്ചിട്ട് ആ തലയെ നല്ല രീതിയിൽ താങ്ങായിട്ട് വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ മഹാഭാരതത്തിന് യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരനാകെ തളർന്നു പോയപ്പോൾ അല്ലെ, യുദ്ധം കണ്ടിട്ടല്ലേ തന്റെ ബന്ധുക്കളും മറ്റവരെല്ലാവരും മരിച്ചപ്പോൾ അദ്ദേഹം തളർന്നുപോയി. ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം പ്രാപ്തനായിരുന്നില്ല. കൃഷ്ണൻ കുറെ ഉപദേശിച്ചു അല്ലെ, കുറെ ഉപദേശിച്ചു, ചികിത്സിച്ചു. പക്ഷെ അദ്ദേഹത്തെ നോർമലാക്കാൻ കൃഷ്ണന് സാധിക്കുന്നില്ല. അപ്പൊ കൃഷ്ണൻ പറയുകയാണ് യുധിഷ്ഠിരനോട്, ഒരു വലിയ വിദ്യാലയത്തിലേക്ക്, ഒരു മഹാവിദ്യാലയത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ മഹാവിദ്യാലയം ഭീഷ്മരുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഭീഷ്മരായിരുന്നു ആ മഹാവിദ്യാലയം. ആ വേദനയിൽ കിടക്കുന്ന, ശരശൈലിയിൽ കിടക്കുന്ന ഭീഷ്മർ വേദാന്ത തത്വങ്ങൾ കൊണ്ട് യുധിഷ്ഠിരനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. വിഷ്ണു സഹസ്രനാമങ്ങളൊക്കെ അവിടെ നിന്നാണ് ഉടലെടുത്തത്. അപ്പോൾ നഷ്ടബോധവും കുറ്റബോധവും ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എത്ര കാലം യുദ്ധം ചെയ്തിട്ട് തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്നുള്ള അദ്ദേഹം ഒരിക്കലും അവിടെ പറഞ്ഞില്ല അല്ലെ. അദ്ദേഹം ശക്തനായിരുന്നു. മാനസികമായ ആ ശക്തി കൊണ്ടാണ് അദ്ദേഹത്തിന് ഉത്തരായനം വരെ അവിടെ കിടക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ
അദ്ദേഹം അവസാനം അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ട്, തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ടിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ ആൾക്കാർ പോകുമ്പോൾ അദ്ദേഹം അവരോട് അല്ലെ ആ വേദനയിലും സംസാരിക്കാൻ അദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആ വേദനയിൽ നിന്നുകൊണ്ടിട്ട് അദ്ദേഹം സത്സംഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് ചെയ്തത്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വേദനയിലും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? അല്ലെ, പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? ധ്യാനമില്ല, അപ്പോൾ യോഗയില്ല, തപസ്സില്ല, ഒന്നുമില്ല, വായനയില്ല, എന്നിട്ടും ഇങ്ങനെ സന്തോഷകരമായി ഇരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ മനസ്സുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നുകൊണ്ട്, അല്ലെ, ആ ചിന്തകളിലൂടെ അദ്ദേഹം ആ വഴികളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് കഴിയാൻ കഴിയുന്നത്. അപ്പൊ കർമ്മത്തിന്റെ ഇത് അനുഷഞ്ജത എന്നാണ് വന്നത്. ശക്തനാകുന്നില്ല, ഒന്നിനും ഒട്ടിപ്പിടിക്കാത്ത ഒരവസ്ഥ, എല്ലാത്തിനും വിട്ടുനിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. എന്തായാലും അതിനെ നേരിടാൻ കഴിയുന്ന, അത് തരണം ചെയ്യാൻ, സന്തോഷത്തോടെ തരണം ചെയ്യാൻ കഴിയുന്ന എന്നവനാണ് ത്യാഗി എന്നാണ് പറയുന്നത്. ആ അകുശലത ഉണ്ടാകുമ്പോൾ അതിനെ വെറുക്കുന്നില്ല, സങ്കടപ്പെടുന്നില്ല, അത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നില്ല. അകുശലത ഉണ്ടാകുമ്പോൾ കഴിയുന്നവനാണ് ത്യാഗി എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകം 9-ാമത്തെ ശ്ലോകം, 11-ാമത്തെ ശ്ലോകം. ഇവിടെ ഭഗവാൻ പറയുന്നത് കർമ്മം ചെയ്യുക തന്നെ വേണം, നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഒരാൾക്കും സാധ്യമല്ല. ചിലപ്പോൾ ഒരാള് ദേഹഭൃത്യ, അതായത് ദേഹം ധരിച്ച ഒരാൾക്ക്, അതായത് ശരീരമുള്ള ഒരാൾക്ക് കർമാണി അശേഷത, കർമ്മങ്ങളെ മുഴുവനായി ത്യജിക്കുവാൻ ശക്യം, സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഏതൊരു വ്യക്തിയാണോ കർമ്മഫലത്തെ ത്യാഗമാക്കുന്നത് അവൻ ത്യാഗി എന്ന് വിളിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ശരീരം ധരിച്ച ഒരാൾക്ക്, ശരീരമുള്ള ഒരാൾക്ക് വെറുതെ ഇരിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. പുറമേ നോക്കുമ്പോൾ ഒരാൾ വെറുതെ ഇരിക്കുകയായിരിക്കും, പക്ഷെ ആന്തരികമായ കർമ്മങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ശ്വാസോച്ഛ്വാസം, രക്തചംക്രമണം, അതുപോലെ തന്നെ നാഡിമിടിപ്പ്, ഹൃദയമിടിപ്പ് എല്ലാം അവിടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. കിഡ്നി അതിൻ്റെതായ പ്രവർത്തിക്കുന്നുണ്ട്, ലിവർ പ്രവർത്തിക്കുന്നുണ്ട്, ആമാശയം പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് വെറുതെ ഇരിക്കുവാൻ സാധിക്കുമില്ല. അപ്പോൾ മരണത്തിന് ശേഷം സ്ഥൂല ശരീരം നശിക്കുന്നു, ഫലമായി അതും നശിക്കുന്നു. പിന്നീട് സൂക്ഷ്മ ശരീരം, അതും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ശരീരസ്ഥനായ ജീവന് കർമ്മങ്ങളെ ത്യജിക്കുവാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. കർമ്മഫലങ്ങളെ ത്യജിക്കുവാൻ, എന്നാൽ അദ്ദേഹത്തിന്റെ കർമ്മഫലങ്ങളെ ത്യജിക്കുവാൻ അവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അവനാണ് സന്യാസി എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്ന സന്യാസി, കർമ്മഫലങ്ങളെ ത്യജിക്കാൻ കഴിയുന്നവൻ ആരാണോ അവൻ സന്യാസി. ആ സന്യാസി എന്ന അർത്ഥത്തിന് ഇവിടെ കാഷായ വേഷധാരി എന്നല്ല അർത്ഥമാക്കുന്നത്, അല്ലെ, മുടിയും താടിയും ഒക്കെ വളർത്തിട്ട് കാഷായ വേഷം ധരിച്ച് നടക്കുന്ന സന്യാസി എന്നല്ല അർത്ഥം, അറിവുള്ള ജ്ഞാനി എന്നാണ് അർത്ഥം. അതായത് കൃഷ്ണനെ നമുക്ക് വേണമെങ്കിൽ സന്യാസി എന്ന് വിളിക്കാം. ബാഹ്യമായ ഇത് നോക്കുമ്പോൾ അദ്ദേഹം സന്യാസിയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറിവും ബുദ്ധിയും ഉപയോഗിച്ച് കൃഷ്ണൻ സന്യാസിയാണ്. അപ്പൊ കർമ്മഫലങ്ങൾ ഉപേക്ഷിച്ചവൻ യഥാർത്ഥത്തിൽ ത്യാഗി. കർമ്മങ്ങളെ ഉപേക്ഷിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റുന്നത്. കർമ്മങ്ങളെ മുഴുവനായിട്ട് ഒരാൾക്കും ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുക. ആ കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ഉപേക്ഷിക്കുക? അതിൽ ആസ്വദിക്കാതിരിക്കുക. കർമ്മഫലങ്ങളിൽ എല്ലാ കർമ്മഫലങ്ങളെയും ഭഗവാനിലേക്ക് സമർപ്പിക്കുക. അങ്ങനെയുള്ളവനാണ് ത്യാഗി എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അടുത്തത് 12-ാമത്തെ ശ്ലോകം. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലമുണ്ട്, അല്ലെ? നമ്മളത് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. 3 വിധത്തിലുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. അനിഷ്ടം, ഇഷ്ടം, മിശ്രം, ത്രിവിധം. ഇങ്ങനെ 3 വിധമായ കർമ്മത്തിന്റെ ഫലം. അതായത് ഇവിടെ ത്യാഗികളായവർക്ക് മരണശേഷം അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് കർമ്മഫലം. എന്നാൽ സന്യാസിമാർക്ക് ഒരിടത്തും ഇഹലോകത്തും അതായത് പരലോകത്തും ഭവതി കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടേ വരില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ 1-ാമത്തെ കർമ്മം എന്ന് പറയുന്നത് കർമ്മഫലം എന്ന് പറഞ്ഞാൽ അനിഷ്ടമാണത്. പിന്നെ ഇത് ഇഷ്ടം, മിശ്രം. അനിഷ്ടം എന്ന് പറഞ്ഞാൽ പാപകർമ്മങ്ങളിൽ പെട്ടതാണ്, ഇഷ്ടമല്ലാത്ത കർമ്മങ്ങൾ, നരകത്തിലേക്ക് നയിക്കുന്നവ. ഇത് ഇഷ്ടം, പുണ്യകർമ്മങ്ങൾ, അതായത് ശുഭകരമായ കർമ്മങ്ങൾ, സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. പിന്നെ മിശ്രകർമ്മം,
ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും പെടും, ശുഭകരമായതും പെടാതെ അശുഭകരമായതും രണ്ടും കൂടിക്കലർന്നത് മിശ്രിതമായ ഒരു കർമ്മഫലം. അപ്പൊ ശരീരത്തിനകത്ത് നടക്കുന്ന നിരന്തരമായ കർമ്മങ്ങൾ, രക്തപ്രവാഹം, ശ്വാസോച്ഛ്വാസം, നാഡീപിടിപ്പ് തുടങ്ങിയവയൊക്കെ നമുക്ക് അതിലൊക്കെ ഒന്നും എപ്പോഴും അനിഷ്ടം തോന്നാറില്ല അല്ലെ? നമ്മൾ പറയാറുണ്ടോ ശ്വസിച്ചിട്ട് എത്ര പ്രാവശ്യം ശ്വസിച്ചു മടുത്തു എന്ന് നമ്മൾ പറയാറില്ല അല്ലെ? മടുത്തു കഴിഞ്ഞാൽ പോയി, കംപ്ലീറ്റ് നമ്മൾ ഓഫ് ആവുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് ക്ഷീണം കാണാറില്ല ആന്തരികമായ കർമ്മങ്ങളിലൊന്നും. അതുപോലെ ചില ബാഹ്യമായ ചില കർമ്മങ്ങൾ, ഒരേ കർമ്മം തന്നെ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ നമുക്ക് അത് അനിഷ്ടമായി തോന്നാം. എന്തിഷ്ടപ്പെട്ട കർമ്മങ്ങളും കുറെ നിരന്തരമായി ചെയ്തുകൊണ്ടായാൽ അത് അനിഷ്ടമായി തോന്നാറുണ്ട്, ഇഷ്ടമില്ലാതിരിക്കും അത്. അതുപോലെ തന്നെ ചില ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അല്ലെ, കൂടുതൽ ചെയ്യാനും നമുക്ക് കുറച്ചുനാള് ഇഷ്ടമുണ്ടാകും, പിന്നീട് ആ ഇഷ്ടങ്ങൾ കുറയുകയും ചെയ്യും. അപ്പം ചില കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു കർമ്മമായി തോന്നാറില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മേസ്ത്രി അല്ലെ, പണിയെല്ലാം എടുപ്പിക്കുന്ന മേസ്ത്രിമാര്, അവരൊന്നും തന്നെ ചെയ്യുന്നില്ല. അവര് രാവിലെ എണീറ്റ് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോയിട്ട് ആ പണി നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വടി പോലെ നിൽക്കും അല്ലെ. കുനിഞ്ഞൊരു സാധനം വരെ എടുക്കാൻ അവർക്ക് കാണിക്കാറില്ല അല്ലെ, മറ്റുള്ളവരെ കൊണ്ട് അവർ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ബാഹ്യമായി നോക്കുമ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് അവിടെ പണിയൊക്കെ നടക്കുന്നത് അല്ലെ. അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ അവിടെ ഒരു പണിയും നടക്കുകയില്ല. അപ്പൊ ബാഹ്യമായി കാണുന്ന കർമ്മമല്ല അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്ന്. അപ്പോ കർമ്മഫലത്തിന് അതിൻ്റെതായ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലെ. കിട്ടുക അതുപോലെ കർമ്മഫലം കിട്ടാൻ ചിലപ്പോൾ നമുക്ക് പലപ്പോഴും കാലതാമസങ്ങൾ, മരണശേഷം കിട്ടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടണമില്ല, അതിന് കാലതാമസമുണ്ട്. ഇപ്പോൾ അതായത് ഒരു വെണ്ടയ്ക്ക വിത്ത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 4-5 മാസം കഴിഞ്ഞാൽ അതിൽ കായ പൊടിക്കും. എന്നാൽ ഒരു തേങ്ങ നട്ട് കഴിഞ്ഞാൽ അതിന് വർഷങ്ങളോ, അതിന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വർഷങ്ങളോളം കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് എല്ലാ കർമ്മഫലങ്ങളും. ഒന്ന് വേഗം കിട്ടും, അല്ലെങ്കിൽ അതിന് ചിലതിനൊക്കെ കാലതാമസങ്ങൾ ഉണ്ടാകും. എല്ലാ കർമ്മത്തിനും ഫലങ്ങൾ ഉണ്ടാവുകയും ലഭിക്കുകയും ചെയ്യും. ചിലത് നമുക്ക് മരണശേഷം കിട്ടുന്ന ഫലവുമായിരിക്കും എന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെയുള്ളത് അല്ലെ, മറ്റുള്ളവർക്കൊന്നും ഇങ്ങനെയുള്ള പാപകർമ്മങ്ങളോ പുണ്യകർമ്മങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം കർമ്മങ്ങളും ഒരുപോലെയാണ്. മനുഷ്യനായി ജനിക്കാൻ തന്നെ നമുക്ക് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത ഒരുപാട് പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ ചെയ്യുന്നത്. അപ്പോ ഇവിടെ യുധിഷ്ഠിരൻ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാല് ചൂത് കളിക്കാൻ പോയി അല്ലെ യുധിഷ്ഠിരൻ. അദ്ദേഹം ധർമ്മിഷ്ഠനാണ് അല്ലെ. ദുര്യോധനൻ അദ്ദേഹത്തെ ചൂത് കളിക്കാൻ വേണ്ടിയിട്ട്, ആ ചൂതുകളിയാണ് മഹാഭാരത യുദ്ധത്തിന് പൊട്ടിപ്പുറപ്പാനുള്ള പല കാരണങ്ങളും അതിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ ചൂത് കളിക്കാൻ ക്ഷണിച്ചപ്പോൾ ദുര്യോധനൻ അല്ലെ എല്ലാ സമയവും ഡേറ്റും എല്ലാം അദ്ദേഹം ഫിക്സ് ചെയ്തു. എന്നിട്ട് അവിടേക്ക് യുധിഷ്ഠിരൻ എത്തിയപ്പോൾ ദുര്യോധനൻ അറിയാം അല്ലെ, നല്ല കളിയിലൂടെ കള്ളക്കളി കളിച്ചാൽ മാത്രമേ യുധിഷ്ഠിരനെ തോൽപ്പിക്കാൻ പറ്റൂ എന്ന് ദുര്യോധനൻ അറിയാം. അതുകൊണ്ട് ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് കളിക്കാൻ കഴിയില്ല, എനിക്ക് തലവേദനയാണ്, അതുകൊണ്ട് കളിക്കുന്നത് എന്റെ അമ്മാവനായ ശകുനി മാമനാണ് കളിക്കുന്നത് അല്ലെ. അത് ശകുനി കഴിച്ചു കഴിഞ്ഞാൽ അത് കള്ളക്കളി ആവുകയുള്ളൂ. കള്ളക്കളി കളിക്കാൻ അദ്ദേഹം സമർത്ഥനാണ്. അന്നേരം യുധിഷ്ഠിരൻ അത് സമ്മതിക്കുകയാണ് ചെയ്തത് അല്ലെ. അദ്ദേഹത്തിന് പറയായിരുന്നു, എനിക്ക് വയറുവേദനയാണ്, എനിക്ക് കളിക്കാൻ പറ്റൂല, ശ്രീകൃഷ്ണൻ കളിച്ചോട്ടെ, എനിക്ക് പകരം അദ്ദേഹത്തിന് പറയാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. കാരണം എന്താണ്, അദ്ദേഹം ആ ധർമ്മത്തില് തന്റെ കർമ്മത്തിൽ അത് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ, അത് പുണ്യമാക്കാൻ, പാപമാക്കി തീർക്കണ്ട എന്നുള്ള ആ കാരണം കൊണ്ടാണ് അദ്ദേഹം അത് ഇങ്ങനെ ചെയ്തത്, അദ്ദേഹം പറയാതിരുന്നത്. അപ്പോൾ പിന്നീട് ആ ചൂതുകളിയിൽ എല്ലാം നഷ്ടപ്പെട്ടു യുധിഷ്ഠിരന്. തന്റെ സ്വത്തും രാജ്യവും എല്ലാം നഷ്ടപ്പെട്ടു. സഹോദരങ്ങളെ പണയം വെച്ചു, ഭാര്യയെ പണയം വെച്ചു. അവരുടെ യാതൊരു അനുവാദമില്ലാതെയാണ് സഹോദരനും ഭാര്യയും ഒക്കെ അദ്ദേഹം പണയം വെച്ചതല്ലേ. അവിടെ അദ്ദേഹം ചെയ്തത് തെറ്റാണ്. ഒരു ധർമ്മിഷ്ഠനായ ഒരു നീതി വ്യവസ്ഥ അംഗീകരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഭരണാധികാരി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അദ്ദേഹം എന്തുകൊണ്ട് അത് ചെയ്തു അല്ലെ. എന്റെ സ്വന്തമാണ് ഇതൊക്കെ എന്നുള്ള വിശ്വാസം കൊണ്ട്, എന്റെ സ്വന്തമായ കാര്യങ്ങളെ, നമ്മുടെ വീട്ടിൽ നമുക്ക് എന്ത് നടക്കാമെന്നുള്ള ആ ഒരു അഹങ്കാരം കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അവിടെ അദ്ദേഹം ആ പാപകർമ്മമാണ് എന്നുള്ള ആ തോന്നൽ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായില്ല. മറ്റിടത്തുണ്ടായി, ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം ആ ചെയ്ത ആ പാപകർമ്മങ്ങൾ അദ്ദേഹത്തെ അത് നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടേയിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ആ പാപകർമ്മങ്ങളുടെ ഫലം അദ്ദേഹം അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ
ഇപ്പൊ ഭഗവാൻ പറയുകയാണ് അല്ലെ, ത്യാഗിയായിരിക്കുന്നവർക്ക് അങ്ങനെ പാപകർമ്മമായാലോ പുണ്യകർമ്മമായാലോ ഇതിനെപ്പറ്റി അധികം ചിന്തയുണ്ടാകുകയില്ല. ഇതിന്റെ പരിണതഫലം എന്തായാലും അവർ അത് അതുപോലെ തന്നെ നല്ല സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അവർക്ക് അതിനെക്കുറിച്ച് ദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല, വേദനകൾ ഉണ്ടാവുകയില്ല. എല്ലാറ്റിനെയും പൊരുത്തപ്പെട്ടു പോകുവാൻ ത്യാഗികൾക്ക് കഴിയുമെന്നാണ് പറഞ്ഞത്. ഒരു പ്രത്യേകമായ മാനസിക തലത്തിലേക്ക് അവർ എത്തിച്ചേരും. അങ്ങനെയുള്ളവരാണ് ത്യാഗികൾ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇതാണ് ഈ 3 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം. ഹരിയോം. ഹരിയോം പ്രീജിതക്ക. ഇനി ഒരു രമാക്ക് ഒരു 2-3 മിനിറ്റ് ടൈം ഉണ്ട്, കുറച്ച് വിശദീകരണം തരാൻ. ഹരിയോം. ഇന്നത്തെ ഭഗവത്ഗീത എല്ലാവരും നന്നായി പറഞ്ഞു. 18ാമത്തെ അധ്യായം, അവസാനത്തെ അധ്യായം മോക്ഷ സന്യാസ യോഗം. അപ്പൊ സന്യാസത്തെ കുറിച്ചാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ത്യാഗം. നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങള് അത് ഭഗവാൻ നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. അത് ശരിയായ രീതിയിൽ ചെയ്യുക എന്നതാണ് നമ്മുടെ മനുഷ്യധർമ്മം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചൊക്കെ പറയാണ്, ഗൃഹസ്ഥാശ്രമികളായ നമ്മൾക്ക് ഓരോരുത്തർക്കും ഭഗവാൻ ഓരോരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ട് തന്നിട്ടുണ്ട്. അത് വ്യക്തമായി നല്ല പോലെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നന്നായി അത് പോകുന്നു. ഒരു പത്നിയാണെങ്കിൽ ആ പത്നി ധർമ്മം എന്തൊക്കെയാണ്? നല്ല പോലെ ശുശ്രൂഷിക്കുക, അതുപോലെ കുട്ടികളെ നല്ല പോലെ നന്നായി വളർത്തിക്കൊണ്ട് ഗൃഹഭരണമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നല്ല ഐശ്വര്യപ്രദമായ ഒരു കുടുംബത്തെ സൃഷ്ടിക്കലാണ് ഒരു പത്നിയുടെ ധർമ്മം. ഇനി പതിയാണെങ്കിലോ ആ വീടിന് വേണ്ടുന്ന എല്ലാം തന്നെ അധ്വാനിച്ച് കൊണ്ടുവരുന്നു. അപ്പോ നമ്മളുടെ സ്വകർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ നല്ല പോലെ അതിനെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ 3 തരത്തിലുള്ള ത്യാഗം ഇവിടെ ഇപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. സാത്വികമായിട്ടുള്ളത്, രാജസികമായത്, അതുപോലെ താമസികമായിട്ടുള്ളത്. സാത്വികം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്യാഗം എന്താണ്? നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ നല്ല പോലെ ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണ് ഉത്തരവാദിത്വങ്ങൾ ഉള്ളത്, അത് എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ അത് ചെയ്ത് തീർക്കേണ്ടതാണ് എന്നർത്ഥം. കാരണം ഇപ്പോ ഒരു വീട്ടില് അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കണം. അതുപോലെ നമുക്ക് തന്നിട്ട് ഒരു ഓഫീസിലായാലും ഒരു പദവി തന്നിരിക്കുന്നത് അതിൻ്റെതായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നന്നായി ചെയ്യുമ്പോഴാണ് ആ ഒരു ഓഫീസിന് മേന്മ ലഭിക്കുന്നത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ എല്ലാം തന്നെ അവതാളത്തിലായി പോകും അല്ലെ. അപ്പൊ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. അത് നല്ല പോലെ ചെയ്യുക. മനസാക്ഷിയോടുകൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സാത്വികന് ആത്മശാന്തി ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ താമസികമായിട്ട് അവർക്ക് കുറച്ച് അറിവില്ലായ്മയുണ്ട്. അതിന്റെ പേരില് അവരെന്ത് ചെയ്യും? ആ സ്വധർമ്മങ്ങളെന്ന് അത്ര കാര്യാക്കില്ല, അവഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിൽ ലൗകിക സുഖങ്ങളിലൊക്കെ ഏർപ്പെട്ടു പോകും. അപ്പൊ അവര് ഉത്തരവാദിത്തങ്ങളൊന്നും അധികമായിട്ട് ഏറ്റെടുക്കുന്നില്ല. സ്വധർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഇനി രാജസികമായിട്ടുള്ള ത്യാഗം എന്ന് പറഞ്ഞാലോ, അവർക്ക് എല്ലാം അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ തന്നെ നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നറിഞ്ഞുകൊണ്ട് സ്വന്തം സുഖത്തെ ആശ്രയിച്ചുകൊണ്ട് ലൗകിക സുഖമാവാം അല്ലെങ്കിൽ ദേഹസുഖം എല്ലാം തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള ഒരു വ്യഗ്രതയോടുകൂടെ മുന്നോട്ട് പോകുമ്പോ അതെന്തായി? രാജസികമായി. അപ്പൊ അങ്ങനെ സാത്വികമായ ഒരു ത്യാഗം ചെയ്യുന്നവർക്ക് എന്തായി? ആത്മശാന്തി ലഭിക്കുന്നു. അവർക്ക് പാപകർമ്മങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല. പുണ്യകർമ്മത്തിന്റെ ഫലമായി സന്തോഷമായ ജീവിതം അനുഭവിക്കാൻ സാധിക്കുന്നു. ഇനി മറ്റ് രാജസികമായ അവരെന്തായി? ദുഃഖങ്ങള് തന്നെ ഏറ്റെടുത്ത് സ്വധർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ദുഃഖങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു. ഇനി താമസികമായാലോ അവരും അത് തന്നെ. ചിലരെന്താണ്? പാപവും പുണ്യവും ഇടകലർന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു
രീതി നമ്മളിലേക്ക് വരും. അപ്പൊ നമ്മളെ ഇതൊക്കെ മനസ്സിലാക്കുക. അത് തന്നെയാണ് ഇവിടെ. ഇപ്പൊ ഇവിടെ തന്നെ അർജുനൻ ഒരു ക്ഷത്രിയനാണ്. അദ്ദേഹത്തിന്റെ ധർമ്മം എന്തായിരുന്നു? യുദ്ധം ചെയ്യുക എന്ന് ഉള്ളത്. അവിടെ എന്തു തന്നെ സംഭവിച്ചാലും ആ അർജുനന് അതേപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. സ്വകർമ്മം എന്തായിരുന്നു? യുദ്ധം ചെയ്യുക. പക്ഷെ അവിടെ വിലങ്ങ് തടിയായി സ്വന്തം പിന്നെ സ്വജനങ്ങളെ കണ്ട് അദ്ദേഹം അവിടെ സ്റ്റോപ്പ് ചെയ്തത് കൊണ്ടായി ഭഗവാന് ഇത്രയും 18 അധ്യായത്തിൽ കൂടെ ഇത്രയും കാര്യങ്ങളെ അർജുനന് വേണ്ടി, അതല്ല നമുക്ക് വേണ്ടി തന്നെ ഇത്രയും പറയാൻ ഇടവന്നു. പക്ഷെ അതുകൊണ്ട് നമുക്കും ഒരുപാട് ജ്ഞാനം ലഭിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു മഹത്വമാണ് ഭഗവത്ഗീതയിൽ കൂടെ നമുക്ക് ലഭിച്ചത്. അപ്പൊ ഇവിടെ അതൊക്കെ നമുക്ക് കേൾക്കാനും പിന്നെ ആ ആശയങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. എത്ര പുണ്യാത്മാക്കളാണ് അല്ലെ നമ്മളൊക്കെ. ഇതിലൊക്കെ വന്നു ചേരണമെങ്കിൽ നാരായണീയമായിക്കോട്ടെ, ഭാഗവതമായിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, ആ പുരാണ കർമ്മങ്ങളെയൊക്കെ പുരാണ ഗ്രന്ഥങ്ങളിലെ ഒന്ന് തൊടാൻ സാധിക്കുക. ഒന്ന് ശ്രവണ യജ്ഞമാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ശ്രവണ യജ്ഞത്തിനൊരു സാധ്യത വരിക എന്ന് പറഞ്ഞാൽ നമ്മള് ധന്യാത്മാക്കള് തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവര് തന്നെയാണ്, സജ്ജനങ്ങളാണ്. അതുപോലെ നല്ല സ്നേഹനിധികളായ സജ്ജനങ്ങളായ നമുക്ക് ഇതെല്ലാം ഇടവരുത്തി ശ്രവണ യജ്ഞത്തിന് ഇടവരുത്തിയ ഈ സമിതിയോട് വളരെ നന്ദി പറയുന്നു. നമ്മുടെ പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ടാണ് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഹരിയോം. ഹരിയോം രമക്ക. അപ്പൊ ഇന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇന്നത്തെ അധ്യയനം വളരെ ഭംഗിയായി അവസാനിച്ചു. ഇങ്ങനെ വളരെ ചിട്ടയോടും വിജയപ്രദമായും നമ്മുടെ ഭഗവത്ഗീത പഠനം നടത്താൻ നേതൃത്വം നൽകുന്ന ഗോപണ്ണനെയും ഇതിന് മേൽനോട്ടം വഹിക്കുന്ന സിന്ധു അക്കയെയും സമിതിയുടെ പേരിലും വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ പങ്കെടുത്ത എല്ലാ യോഗബന്ധുക്കൾക്കും സമിതിയുടെയും എൻ്റെ പേരിലും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്നിവിടെ ഭക്തിയോടെ ധ്യാന ശ്ലോകം ചൊല്ലിയ പ്രേമലത അക്ക, ചാൻഡിങ് റിവിഷൻ ചെയ്ത രുക്മിണി ബി അക്ക, രാജ്യലക്ഷ്മി അക്ക, ഇവരെയും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ വളരെ ഭംഗിയായിട്ട് ചാൻഡിങ് ഗൈഡൻസ് തന്ന സരോജിനി അക്ക, റിപ്പീറ്റേഷൻ ഓഫ് ചാൻഡിങ് ചെയ്ത തിലകമക്ക, അംബിക രാജൻ അക്ക, ഇവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്ന് നമ്മൾക്ക് വിശദമായി വ്യാഖ്യാനം പറഞ്ഞു തന്ന ഗംഗ ആർ അക്കയെയും പ്രീജിത അക്കയെയും സമിതിയുടെയും എൻ്റെ പേരിലും സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എപ്പോഴും റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും ചെയ്യുന്ന നമ്മുടെ സ്വന്തം സുനേന അക്കയ്ക്കും സമിതിയുടെയും എൻ്റെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. കൂടാതെ ബാക്കപ്പിനായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ ഗിരിജ ആർ അക്കയ്ക്കും രമ അക്കയ്ക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഏറ്റവും ഇതായിട്ട് ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സിന്ധു അക്കയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഹരിയോം. ഇനി നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലാം. എല്ലാവരും നിവർന്നിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോം. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. ഹരിയോം.